ഞങ്ങളുടെ യാത്രയുടെ 6ാം ദിവസം സന്ദർശിച്ച മറ്റൊരു സ്ഥലമായിരുന്നു എലിഫന്റ കേവ്സ്. മഹാരാഷ്ട്രയിലെ മുംബൈ തുറമുഖത്തിന് സമീപം അറബിക്കടലിലുള്ള ദ്വീപിലെ ഗുഹാക്ഷേത്രമാണ് എലിഫന്റ ഗുഹകൾ. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ബോട്ട് മാർഗം ഈ ദ്വീപുകളിലെത്താം. അനേകം ശില്പങ്ങൾ കൊണ്ട് സുന്ദരമാണിവിടം. അർദ്ധനാരീശ്വരി പ്രതിമ, കല്യാണസുന്ദര ശിവൻ, കൈലാസമുയർത്തുന്ന രാവണൻ, അണ്ഡകരാമൂർത്തി, നടരാജൻ എന്നീ ശില്പങ്ങളാണ് പ്രധാന ആകർഷണങ്ങൾ. 1987 എലിഫന്റ ഗുഹകളെ യുനെസ്കോ ലോക പൈതൃക സ്ഥാനങ്ങളിലൊന്നായി ഉയർത്തി. അഗ്രഹാരപുരി എന്നായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ നാമം. ഇത് പിന്നീട് ലോപിച്ച് ഘാരാപുരിയായി മാറി. പോർച്ചുഗീസുകാരാണ് ഇതിന് എലിഫന്റ കേവ്സ് എന്ന് നാമകരണം ചെയ്തത്. അവർ തന്നെ ഈ സമുച്ചയത്തിൻ്റെ പ്രധാന ഭാഗം നശിപ്പിക്കുകയും ചെയ്തു. 9 മുതൽ 13 വരെയുള്ള നൂറ്റാണ്ടുകളിൽ ഭരണം നടത്തിയിരുന്ന സിൽഹാര വംശജരുടെ കാലത്താണ് ഇതിലെ ശില്പങ്ങളിലധികവും പണികഴിപ്പിക്കപ്പെട്ടത്. ചിലത് രാഷ്ട്രകൂട വംശജരുടെ കാലത്തും. 6000 ചതുരശ്ര അടിയോളം ഈ ക്ഷേത്ര സമുച്ചയത്തിന് വിസ്തീർണമുണ്ട്. ഒരു പ്രധാന അറയും 2 വശങ്ങളിലെ അറകളും അങ്കണങ്ങളും ചെറിയ അമ്പലങ്ങളും അടങ്ങിയതാണ് ഇതിൻ്റെ സമുച്ചയം. മുംബൈ ഫെറിയിൽ നിന്നും ഈ ദ്വീപിലേക്ക് എത്താവുന്നതാണ്. ഫെറിയിൽ നിന്നും ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ ദ്വീപ് പട്ടണത്തിൻ്റെ തെക്കുകിഴക്കേ തീരത്തെത്താം. ബോട്ട് യാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ലഭ്യമാണ്. രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന ബോട്ട് സർവീസ് ഉച്ചയ്ക്ക് 2 മണിയോടെ അവസാനിക്കുന്നു. വിനോദസഞ്ചാരികൾക്ക് രാത്രികാലങ്ങളിൽ ദ്വീപിൽ തങ്ങാൻ അനുവാദമില്ല. എലിഫന്റ കേവ്സിലേക്കുള്ള ബോട്ട് യാത്ര വ്യത്യസ്തമായ ഒരനുഭവമായിരുന്നു. ധാരാളം ചെറു കപ്പലുകൾ ഈ യാത്രയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഏവരെയും ആകർഷിക്കുന്ന എലിഫന്റ കേവ്സ് നാം കണ്ടിരിക്കേണ്ട ഒന്നു തന്നെയാണ്.